പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന 15 വളരെ ശക്തമായ ശീലങ്ങളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു. ഒരു ദിവസം ബുദ്ധദേവന്റെ അടുത്ത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വന്ന് ചോദിച്ചു, ഞാൻ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്തു ചെയ്യണം? മോശം ശീലങ്ങൾക്ക് അടിമയായതുകൊണ്ട് എനിക്ക് മുന്നേറാൻ നല്ല പ്രയാസം അനുഭവിക്കുന്നു. നല്ല ശീലങ്ങൾ നമ്മൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും എന്ന് ഏവർക്കും അറിയാം. ബുദ്ധദേവൻ പറഞ്ഞുകൊടുത്ത ആ 15 നല്ല ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ജീവിതം 100% കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ കാണുന്ന മാത്രയിൽ തന്നെ നിങ്ങളെ മാതൃകയാക്കാൻ അവർ ആഗ്രഹിക്കും. ആ 15 ശീലങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. നന്ദി. 15 ശീലങ്ങൾ എന്താണെന്ന് നോക്കാം. അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം. ലോകത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ് അതിരാവിലെ എഴുന്നേൽക്കുക എന്നത്. ഓരോ വിജയിയും ഇത് പിന്തുടരുന്നു. ഇത് നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കൂടുതൽ ഊർജവും പ്രദാനം ചെയ്യുന്നു. ഒരു ദിവസത്തെ ഏറ്റവും പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്തത്, നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതും നമുക്ക് നമ്മുടെ ജീവിതപാതയിൽ ഉപകരിക്കപ്പെടുന്നതുമായിരിക്കും. ഇത് നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ നമ്മളെ വളരെ അധികം സഹായിക്കും. മൂന്നാമത്തത്, കൂടുതൽ കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യുക. നമ്മുടെ സൃഷ്ടി തന്നെ നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരു വായയും 2 ചെവികളുമാണുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് എപ്പോഴും എന്തെങ്കിലും പഠിക്കാൻ സാധിക്കും. കുറച്ച് സംസാരിക്കുന്നത് ഊർജം ലാഭിക്കുന്നതിനും മറ്റുള്ളവരുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും നമ്മെ സഹായിക്കും. നാലാമതായി, വിയോജിക്കാനും വേണ്ട എന്ന് പറയാനും പഠിക്കുക. മറ്റുള്ളവരുടെ എല്ലാ അഭിപ്രായത്തിനും അതെ എന്ന് പറയുന്നതിലൂടെ നമ്മുടെ ആശയങ്ങൾക്കും അതുപോലെ തത്വങ്ങൾക്കും വിഘാതം വരുത്തുന്നു. അഞ്ചാമതായി, ശരിയായ കാര്യങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പഠിക്കുക എന്നതാണ്. ബുദ്ധൻ പറഞ്ഞു, നമ്മുടെ സേഫ് സോണിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മെ എവിടെയും എത്തിക്കുകയില്ല. അതിന് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ റിസ്ക് എടുത്തേ മതിയാവൂ. ആറാമത്തതായി, സ്വയം മനസ്സിലാക്കാനും മാറാനും പഠിക്കുക എന്നുള്ളതാണ്. വിജയത്തിലേക്കുള്ള 6ാമത്തെ പടിയാണിത്. സ്വയം മനസ്സിലാക്കി നമ്മുടെ ഭൂതകാലത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകളിൽ നിന്നും എത്രത്തോളം നാം പഠിച്ചു, അതിൽ നിന്നും നാം മുന്നേറി നമ്മുടെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കി നാം എവിടെ നിന്നും എന്തിനായി ഇവിടെ ജന്മം കൊണ്ടു, എവിടേക്ക് പോകുന്നു, ഇതെല്ലാം മനസ്സിലാക്കുക. അടുത്തത്, തീരുമാനമെടുക്കാനും ഉടൻ തന്നെ പ്രവർത്തിക്കാനും പഠിക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാത്ത കാരണം എത്ര അവസരങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്, അല്ലേ? ജീവിത വിജയത്തിലെത്തിയവർ ഒരു തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും എടുത്ത സമയം വളരെ ചുരുങ്ങിയതായിരിക്കും. 8ാമതായി, സമയത്തിന്റെ വില മനസ്സിലാക്കുക. സമയത്തിന്റെ വേഗത ഒരു പ്രത്യേക രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം സമയത്തിന് തന്നെ ചെയ്തു തീർക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമയത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പഠിക്കുക എന്നത് തന്നെയാണ്. നമ്മൾ അഡാപ്റ്റഡ് ആവണം. എപ്പോഴും നമ്മൾ അതാത് കാലങ്ങൾക്കൊപ്പം ചരിക്കുന്നവർക്കാണ് വിജയം കൂടെ നിൽക്കുകയുള്ളൂ. 9ാമതായി, വിജയകരമായി ജീവിക്കാൻ അനാവശ്യ കാര്യങ്ങളിൽ നമ്മൾ അവഗണന ചെയ്യുക എന്നത് തന്നെയാണ്. നമുക്ക് പരിമിതമായ സമയവും ഊർജവുമാണുള്ളത്. അത് ചെറിയ കാര്യങ്ങളിൽ പാഴാക്കി കളഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. 10ാമതായി,
നെഗറ്റീവ് ആളുകളെ ഒഴിവാക്കി പോസിറ്റീവ് ആളുകളുമായി സമയം ചെലവഴിക്കുക. പോസിറ്റീവ് ആളുകൾക്ക് നമുക്ക് പോസിറ്റീവ് ഊർജം നൽകാനും അതിലൂടെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും സാധിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ എ പേപ്പർ ദെൻ ഇറ്റ് ഈസ് ഇൻ വേപ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ എഴുതി വയ്ക്കുക. അടുത്തതായി ആരോഗ്യകരമായ ജീവിത രീതി പിന്തുടരുക എന്നുള്ളതാണ്. പതിവായി വ്യായാമവും ധ്യാനവും ചെയ്യുക. ഇത് ആരോഗ്യവും ആത്മവിശ്വാസവും കരുത്തും നൽകും. ആരോഗ്യമുള്ള മനസ്സും ശരീരവും നമ്മെ എല്ലാവരെയും വിജയത്തിലെത്തിക്കും. അടുത്തതായി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, പുഞ്ചിരിക്കുക. കരയുന്നവരുമായി കൂട്ടുകൂടാൻ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും അവരവരുടേതായ വിഷമങ്ങളും ദുഃഖങ്ങളുമുണ്ട്. പുഞ്ചിരിക്കുന്നതിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ലെന്നും ചിന്തിക്കുക. അടുത്തതായി വരുമാനത്തേക്കാൾ കുറച്ചു മാത്രം ചിലവഴിക്കുക. ഭാവിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് എടുത്തും മാറ്റിവെക്കുക. അടുത്ത 15-ാമതായി മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരുടെ മുഖത്ത് നമ്മൾ കാരണം സന്തോഷം പടരുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ബുദ്ധദേവൻ തൻ്റെ അടുക്കലേക്ക് വന്ന ആ സാധാരണക്കാരനായ മനുഷ്യനെ പറഞ്ഞയച്ചു. 15 നല്ല ശീലങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം ഏതെന്ന് കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇത്ര നേരം ഇത് ആസ്വദിച്ച ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.